നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സാധ്യതയുള്ള URL-കൾ നീക്കം ചെയ്തു. നിയമവിരുദ്ധ ഉള്ളടക്കങ്ങളുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനും നടപടി തുടങ്ങി. സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഫോർവേഡ് ചെയ്യരുത് എന്നും മുന്നറിയിപ്പുണ്ട്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, എത്രത്തോളം കണ്ടന്റ് ഈ അവസരത്തിൽ നീക്കം ചെയ്തിട്ടുണ്ട്? എത്രത്തോളം സൈറ്റുകൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്? മാധു, ഇതിനോടകം തന്നെ സംസ്ഥാന പോലീസിന് നിരവധിയായിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള സ്ഥാനാർത്ഥികളടക്കമുള്ളവരുടെ പരാതികളാണ് ഇതിനോടകം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 200-ലധികം അക്കൗണ്ടുകൾ നീക്കം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അതായത് വ്യാജ വാർത്ത ഒന്ന്, അതുപോലെ തന്നെ അപകീർത്തികരമായ പരാമർശങ്ങളുള്ള അക്കൗണ്ടുകൾ, ഒപ്പം തന്നെ ഈ മറ്റു പല അപമാനിക്കുന്ന തരത്തിലുള്ള, അതായത് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കെതിരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, ഇവയടക്കം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള 200-ലധികം അക്കൗണ്ടുകളാണ് ഇതിനോടകം തന്നെ നീക്കം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിലാണ് ഇതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ഒരു ADGP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഔദ്യോഗികമായ വിശദീകരണം നൽകിയ കാര്യങ്ങളിൽ പോലും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുന്ന പ്രചാരണം അക്കൗണ്ടുകൾക്കെതിരെ ആ അക്കൗണ്ടുകൾ നീക്കം ചെയ്യുന്ന നടപടി മാത്രമല്ല, അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ അടക്കമുള്ളവ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ്. അതിൽ ഈ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ അല്ലെങ്കിൽ പ്രാഥമിക നടപടി എന്ന് പറയുന്നത്. ആ പ്രാഥമിക നടപടി കഴിഞ്ഞിട്ടും ഇതേ കുറ്റകൃത്യം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉദ്യമം എന്നുള്ള നിലയ്ക്കാണ് പോലീസ് ഇതിനെ കാണുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.